അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇസ്ലാമിക് കൾച്ചർ എങ്ങനെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. നമ്മുടെ ഹോം സിസ്റ്റം, നമ്മുടെ ലൈഫ് സ്റ്റൈല്, റൊട്ടീനായി നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലൊക്കെ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കൂടി മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് തോന്നുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റുക എന്നതാണല്ലോ അവിടുത്തെ സ്നേഹിക്കുന്നതിൻ്റെയും അവിടുത്തെ സുന്നത്തുകൾ ഹയാത്താക്കി അതിന് ജീവൻ നൽകി അത് പരമാവധി ആളുകളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. മൻ അഹ്യാ സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് അപജയങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ സുന്നത്തുകൾക്ക് ജീവൻ നൽകുന്നത് ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അത് 100 രക്തസാക്ഷികളുടെ പ്രതിഫലം പോലെ ഏറ്റവും മഹത്തരമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് മര്യാദകൾ, വീട്ടിലെല്ലാവരും ഒരു ദിവസം ഒരുപാട് തവണ വാഷ്റൂം യൂസ് ചെയ്യുന്നവരാണ്. പക്ഷെ ആ കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും അത് പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അവിടെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഏറ്റവും സിമ്പിളായി, ഏറ്റവും ലളിതമായി ഇത്തരം സുന്നത്തിൻ്റെ ആവിഷ്കാരങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്ത് രൂപപ്പെടുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് മാത്രമല്ല, ഒരു തലമുറയുടെ മക്കളിലൂടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലേക്കും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം സുന്നത്തുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഷോപ്പിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകുന്ന ഭർത്താവ്, ഇത്തരം സാഹചര്യങ്ങളിൽ അവർ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവിടെ സലാം പറയൽ സുന്നത്താണ് എന്ന് മാത്രമല്ല, മുസാഫഹത്ത് ചെയ്യുക, ഹസ്തദാനം ചെയ്യുക എന്നത് വളരെയധികം സുന്നത്തായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എന്നത് ആലോചിക്കേണ്ടതാണ്. പുറത്തുനിന്ന്, സ്കൂളിൽ നിന്ന്, കച്ചവടം കഴിഞ്ഞ്, ജോലി കഴിഞ്ഞ്, എക്സാം കഴിഞ്ഞ്, അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട പല മര്യാദകളുണ്ട്. കയറിയ ഉടനെ സലാം പറയുക എന്നതാണ്. ഇനി ആരും ഇല്ലാത്ത വിജനമായ സ്ഥലത്താണെങ്കിൽ പോലും അവിടെ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയാൻ നമ്മോട് പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്നത് ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് വറഹ്മത്തുള്ളാഹ്, അത് കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ ഒരു തലമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടി പറയുന്നത് അത് ഏറ്റവും ഉത്തമമായ രൂപമാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നതിന് പുറമെ അവിടെ എന്തെല്ലാം കാര്യങ്ങളൊരു ഡൈനിങ് ഹാളിൽ, ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തെ കൂതാൻ പാടില്ല, പിന്നെ ഭക്ഷണത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. കുൽമിമ്മ യലീക, നമ്മുടെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു പോകണം, പാത്രത്തിൻ്റെ അടുത്ത ഭാഗത്തു നിന്നാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക, ഇരുന്ന് കുടിക്കുക, ചാരി ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാവർത്തികമാക്കുന്ന ഒരു ഇടമായി നമ്മുടെ വീടുകൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചില ദിക്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും.